ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നടന്ന 10th പ്രിലിംസ് 6ാം ഘട്ട പരീക്ഷയുടെ ആൻസർ കീ ആണ്. പരീക്ഷ വളരെ എളുപ്പമായിരുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ ക്ലാസ്സുകളിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ വന്നിട്ടുള്ളൂ എന്നറിഞ്ഞതിൽ അതിലും സന്തോഷം. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ കിട്ടുക തന്നെ ചെയ്യും. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നെഗറ്റീവ് എഴുതാത്ത ആൾക്കാർക്ക് എന്തായാലും നല്ല മാർക്കോടുകൂടി പ്രിലിംസ് പാസ്സാവാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമുക്ക് ആൻസർ കീ ഒന്ന് പരിശോധിക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കാം. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ കുറച്ചൊന്ന് സ്നേഹം കാണിക്കുക, ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ കീ നോക്കാം. ആദ്യത്തെ ചോദ്യം, COVID-19 തടയുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. പഞ്ചാബ്. മനുഷ്യ ശരീരത്തിലെ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം. രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ്. 2021 അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? യശ്പാൽ ശർമ്മ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ്. മണിപ്പൂർ. ഇന്ത്യയുടെ 2ാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? 2019 ജൂലൈ മാസം 22. 2019 ജൂലൈ മാസം 22. 2022 കേരളത്തിൽ നിന്നും പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹിക പ്രവർത്തക ആരാണ്? KV റാബിയാണ്. കേരളത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രി ആര്? പട്ടം താണുപിള്ള. പട്ടം താണുപിള്ള. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ്. കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആര്? AR രാജരാജവർമ്മയാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത്. 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിനാണ്. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വരെ. ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ്? ദ്രാസ് വാലിയാണ്. ദ്രാസ്. ഇന്ത്യയിലെ ശീത മരുഭൂമി ഏതാണ്? ലഡാക്ക് ആണ് ഇന്ത്യയിലെ ശീത മരുഭൂമി. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? നേപ്പാൾ ആണ്. നേപ്പാൾ. ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്നത് അലഹാബാദ് ഹാൽദിയ. അലഹാബാദ് ഹാൽദിയ. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കർണാടകയിലാണ്. കർണാടക. ഏത് തരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ലിഗ്നൈറ്റ് ആണ്. ലിഗ്നൈറ്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഛാറിയ. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം നടന്നത് എവിടെയാണ്? ദിഗ്ബോയിലാണ്. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് റോഹ മംഗലാപുരം. റോഹ മംഗലാപുരം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1, 3, 4. മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 3ഉം 4ഉമാണ്. തുല്യമായ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷനും തുല്യ വേതനം, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ജദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേമാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി 1 മാത്രമാണ്. 76ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്തി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1ഉം 3ഉം.
12 ഒക്ടോബർ 1993 നിലവിൽ വന്നു. ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 3ഉം 4ഉം. 26 ജനുവരി 1950 ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. മദൻ മോഹൻ മാളവിയുടെ അധ്യക്ഷതയിലുള്ള INC സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിക്കപ്പെട്ടത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ 2 വനിതകൾ ആരെല്ലാം? സുഷമ സിംഗും ദീപക് സന്ധുവുമാണ്. ശരിയായ ജോഡി ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. എല്ലാം ശരിയാണ്. ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചത് എന്ന്? 26 ജനുവരി 1950. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നൽകിയതാണ്? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണ്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആര്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. സാരേ ജഹാംസെ അച്ച രചിച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ ആണ്. മുഹമ്മദ് ഇക്ബാൽ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1929 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം ഏത്? നിസ്സഹരണ പ്രസ്ഥാനം. 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം ഏതാണ്? ബർദോളി സത്യാഗ്രഹം. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ആനി ബസന്തും ബാലഗംഗാധര തിലകും. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം അനുവദിച്ച നിയമമാണ് മിന്റോ മോർലി പരിഷ്കാരങ്ങൾ. ഗാന്ധിജി വെടിയേറ്റു മരിച്ച വർഷം 1948 ജനുവരി മാസം 30. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവ് ആര്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം ഏതാണ്? പയ്യന്നൂരാണ്. പയ്യന്നൂർ. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആര്? EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാട്. ചുവടെ കൊടുത്തതിൽ നിന്നും മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 ഏപ്രിൽ 13 നടന്ന സംഭവം. കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. അയ്യങ്കാളി. സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്തു പത്മനാഭൻ. മന്നത്തു പത്മനാഭൻ. താഴെ പറയുന്നവയിൽ ശരിയായ കാലഗണനാ ക്രമത്തിലുള്ളത് കണ്ടെത്തുക. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം സത്യാഗ്രഹം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ക്ഷേത്രപ്രവേശന വിളംബരമാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാട്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ടു കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണ്. ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എത്ര? 580 കിലോമീറ്റർ. 580 കിലോമീറ്റർ. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുക. പാമ്പാർ ഭവാനിയാണ്. പാമ്പാറും ഭവാനിയും. ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം 1861 മാർച്ച് മാസം 12-ാം തീയതിയാണ്. കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പേരമ്പാടി ചുരം.
പേരമ്പാടി ചുരം. മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴയുടെ തീരത്താണ്. ഭാരതപ്പുഴ. യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധദ്രവ്യമാണ് കുരുമുളക്. കുരുമുളക്. പൂർണമായി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥം. PR ശ്രീജേഷ് താഴെ പറയുന്നവയിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വാരിയെല്ലിലെ ആകെ അസ്ഥികളുടെ എണ്ണം 24. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത് റെനെ ലെനാക്ക് ആണ്. റെനെ ലെനാക്ക്. പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതി ഏത്? ആശ്വാസകിരണം. ആശ്വാസകിരണം. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. സ്കർവി. താഴെ കൊടുത്തവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗമാണ് കോളറ. കോളറ. ആഗോളതാപനത്തിന് കാരണമല്ലാത്ത ഒരു വാതകം നൈട്രജൻ ആണ്. നൈട്രജൻ. കിരൺ, അർക്ക, സൽകീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ്? വെണ്ടയാണ്. വെണ്ട. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കോഴിക്കോടാണ്. കോഴിക്കോട്. പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തുന്നതിനായി തുടങ്ങിയ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് അനിൽ അഗർവാൾ ആണ്. അനിൽ അഗർവാൾ. സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി. ഇരുമ്പിന്റെ ധാതു അല്ലാത്തത് ഏത്? ധാതു അല്ലാത്തത് ബോക്സൈറ്റ് ആണ്. ബോക്സൈറ്റ് അലുമിനിയത്തിന്റെ അയിരാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ശരിയായത് ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം. ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം 2n². 2n². ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉം. 2ഉം 4ഉം. ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ രണ്ട് സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥയുടെ തുക എത്രയാണ്? ഉത്തരം 1 ആണ് വരുന്നത്. ജലത്തില് ഓക്സീകരണ അവസ്ഥ എന്ന് പറയുന്നത് 2ഉം ഹൈഡ്രജൻ പെറോക്സൈഡില് -1ഉം ആണ്. അപ്പോ 2 - 1 എന്ന് പറയുമ്പോൾ 1 ആണ് വരേണ്ടത്. ഓക്കെ. ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ് ബലത്തിന്റെ യൂണിറ്റ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ആൽഫ സെന്റൗറി ആണ്. ആൽഫ സെന്റൗറി. LGSനൊക്കെ സൂര്യൻ എന്ന് കൊടുക്കാറുണ്ട്. അപ്പോൾ ഓപ്ഷനിൽ ആൽഫ സെന്റൗറി ഇല്ല. ആൽഫ സെന്റൗറി ആണ് ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതിയാണ് വികിരണം. വികിരണം. താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തത് ഏത്? സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നതാണ് ദോലന ചലനം അല്ലാത്തത്. പ്രകാശം കടന്നുപോകുന്ന പാതയിൽ 3 സുതാര്യ വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. ആദ്യത്തേത് ഗ്ലാസ് ഷീറ്റ്, രണ്ടാമത്തേത് കോൺവെക്സ് ലെൻസ്, മൂന്നാമത്തേത് കോൺകേവ് ലെൻസ്. അടുത്തത് √1.44 1.2. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി വയസ്സ് 10 ആണ്. ടീച്ചറെയും കൂട്ടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 11 ആയി. അങ്ങനെയെങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര? 41. 7/8 തുല്യമല്ലാത്തത് ഏത്? ഓപ്ഷൻ സി. 2, 4, 8, 7 എന്നിവയുടെ ലസാഗു 56. ഈ ക്രിയ ചെയ്താൽ കിട്ടുന്നത് 10.3702. ഒരാൾ 1400 രൂപയ്ക്ക് വാങ്ങിയ സൈക്കിൾ 10% നഷ്ടത്തിൽ വിറ്റു എങ്കിൽ വിറ്റ വില 1260. ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകളുടെ തുക എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 28. 2/5, 3/4, 8/9, 5/7 ഇവയിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 8/9. 54 km/മണിക്കൂർ എത്ര മീറ്റർ/സെക്കൻഡ് ആണ്? 15 മീറ്റർ/സെക്കൻഡ് ആണ്. 15 മീറ്റർ/സെക്കൻഡ്.
രണ്ട് സംഖ്യകളുടെ ലസാഗു 36, ഉസാഖ 6, ഒരു സംഖ്യ 12 ആയാൽ മറ്റേ സംഖ്യ 18. ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ 125 ആണ് ഉത്തരം. ABDC EFHG അങ്ങനെയെങ്കിൽ MNOP അതിൽ വരുന്നത് IJLK ആണ്. 4, 2, 1, 1/2. അടുത്തത് 1/4 പകുതിയായിട്ടാണ് വരുന്നത്. 4ന്റെ പകുതി 2, 2ന്റെ പകുതി 1, 1ന്റെ പകുതി 1/2, 1/2ന്റെ പകുതി 1/4. A അധികം B ന്യൂനം C ഗുണനം ആയാൽ 20C 3A 6B 15. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 51 ആണ്. ഒരു വരിയിൽ മുന്നിൽ നിന്നും 17-മതും പിന്നിൽ നിന്നും 14-മതും ആയാൽ ആ വരിയിൽ ആകെ എത്ര ആളുകളാണ് ഉള്ളത്? 30 ആളുകളാണ് ഉള്ളത്. 10 വർഷം മുൻപേ അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന് 4 മടങ്ങായിരുന്നു. ഇപ്പോൾ മകന്റെ പ്രായം 24 വയസ്സാണെങ്കിൽ അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഉത്തരം ഓപ്ഷൻ ബി 66. അനിൽ 40 മീറ്റർ കിഴക്ക് ദിശയിലേക്ക് നടന്ന ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 50 മീറ്റർ നടന്നു. പിന്നീട് ഇടത്ത് വശത്തേക്ക് 40 മീറ്റർ നടന്നു. ഇപ്പോൾ അയാൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്നും ഏത് ദിശയിലാണ് ഉള്ളത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, തെക്ക് കിഴക്ക്. താഴെ തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായി ക്രമീകരിക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആദ്യം വിത്ത്, പിന്നെ അത് ചെടിയാകുന്നു, പിന്നെ അത് മരമാകുന്നു, മരം തടിയാകുന്നു, തടിയിൽ നിന്ന് മേശ നിർമ്മിക്കുന്നു. 2 = B = 2, ബാഗ് = 10 ആയാൽ ബുക്ക് എങ്ങനെയാ എഴുതുക? ബുക്ക് 43 ആണ് വാല്യൂ. അതായത് ഈ ലെറ്റേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സ് കൂട്ടിയാൽ മതി. ഓക്കെ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളെ ഇംഗ്ലീഷ് നിഘണ്ടുവിലെ പോലെ ക്രമീകരിച്ചാൽ 4-മത് വരുന്ന വാക്ക് ക്ലൗഡ് ആണ്. ക്ലൗഡ്. അപ്പൊ ഇത്രയാണ് 100 ചോദ്യങ്ങൾ. വളരെ എളുപ്പമുള്ള പരീക്ഷ. ഓക്കെ. അപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് 90 എബോവ് ഷുവർ ആയിട്ടും വാങ്ങാൻ വേണ്ടി പറ്റുന്നതാണ്, നെഗറ്റീവ് ഇല്ലാതെ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തുടർന്നും ഇതുപോലെ ക്ലാസ്സുകളെല്ലാം ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ജോലി ലഭിക്കുക തന്നെ ചെയ്യും. ഓക്കെ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ എല്ലാവർക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് എനിക്ക് വേണ്ടി ചെയ്യുന്നൊരു ഹെൽപ്പ് ആയിരിക്കും. ഓക്കെ. വീണ്ടും കാണാം. താങ്ക് യു.